റോമാലേഖനം 10-ാം അധ്യായം 3-ാം വാക്യത്തിൽ എങ്ങനെയാണ് ഇതിന് അവകാശമാക്കുവാൻ, ഇതിൽ പങ്കുചേരുവാൻ, ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകുവാൻ നമുക്ക് സാധിക്കുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് അവർ കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. എങ്ങനെയാണ് ഈ നീതിയിൽ നാം പങ്കാളികളായി തുടരുന്നതെന്ന് റോമാലേഖനം മുഴുവനും ജസ്റ്റിഫിക്കേഷൻ, നീതീകരണത്തെക്കുറിച്ച് പറയുന്ന വേദപുസ്തകത്തിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു പുസ്തകമാണ്. ദൈവത്തിൻ്റെ നീതിയും നീതീകരണവും നമുക്ക് പ്രാപിക്കുവാൻ അടിസ്ഥാനമായുള്ള ഒന്ന് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഇതെങ്ങനെ കിട്ടും? ഈ വിശ്വാസം എങ്ങനെ കിട്ടും? കഴിഞ്ഞ ദിവസം വായിച്ച ഒരു സംഭവം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ, ആ മെഡിക്കൽ കോളേജിലെ രാമൻകുട്ടി എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ ഒരു സംഭവം ഞാൻ വായിച്ചു. 13 വയസ്സുള്ള കുഞ്ഞിനെ അവിടുത്തെ ടെർമിനൽ വാർഡിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിന് അപ്പൻ ആ മുറിയിലേക്ക് കയറാൻ നിവർത്തിയില്ല. അപ്പൻ നോക്കുമ്പോൾ, പുറത്തു നിന്ന് ചില്ലിലൂടെ നോക്കുമ്പോൾ അനേക ഉറക്ക ഗുളികകൾ കൊടുത്തിട്ടും ആ കുഞ്ഞ് ഉറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അപ്പൻ വിളിച്ചിട്ട് ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, എൻ്റെ മോൻ കഴിഞ്ഞ കുറേ നാളുകളായി എൻ്റെ നെഞ്ചിൽ കിടന്നാണ് അവൻ തലവെച്ച് കിടന്നാണ് ഉറങ്ങുന്നത്. എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവൻ ഉറങ്ങുന്നത്. ഡോക്ടർ, എൻ്റെ മോനോട് പറയണം, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അവൻ കിടക്കുന്ന ആ കട്ടിലിൻ്റെ ആ ഭിത്തിയുടെ അപ്പുറത്ത് ഞാൻ നിൽക്കുന്നുണ്ട്, എൻ്റെ മോനോടൊന്ന് പറയണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ നോക്കുമ്പോൾ തൻ്റെ 2 കൈകളും ആ ഭിത്തിയോട് ചേർത്ത്, നെഞ്ചാഭിത്തിയോട് ചേർത്ത്, ഒരു പല്ലിയെ പോലെ ആ ഭിത്തിയോട് ചേർന്ന് വിരിച്ചിരിക്കുന്നതായ ആ കുഞ്ഞിനെയാണ് ഡോക്ടർ കാണുന്നത്. തൻ്റെ അപ്പൻ ആ ഭിത്തിയുടെ അപ്പുറം നിൽക്കുന്നുണ്ടെന്നറിഞ്ഞ് ആ മാറിൽ ചാരിക്കിടന്ന് സ്വസ്ഥമായി ഉറങ്ങുന്ന കുഞ്ഞ്. അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ പറയുമ്പോൾ എനിക്ക് ആശ്രയിക്കാൻ എൻ്റെ ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ, ആശ്രയിക്കുവാൻ, അവൻ അഭയപ്പെടുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് അതനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങൾ, ഈ ലോകത്തിൽ മദ്യത്തിനോ മയക്കുമരുന്നിനോ അതോടൊപ്പം തന്നെ സമ്പത്തിനോ നൽകുവാൻ സാധിക്കാത്ത ആ ഉറക്കം ലഭിക്കണമെങ്കിൽ, സ്വസ്ഥത ലഭിക്കണമെങ്കിൽ സ്വർഗീയ പിതാവിൻ്റെ ആ മാറിടത്തിൽ ചാരുവാനുള്ള വിശ്വാസം നമുക്ക് ലഭിച്ചേ പറ്റുകയുള്ളൂ. എൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് തകർച്ചയുടെയും ഒന്നുമില്ലായ്മയുടെയും കാലങ്ങളിൽ തമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്കി എന്നെ പഠിപ്പിച്ച എൻ്റെ അപ്പനും അമ്മയും, അതിലൂടെയാണ് ഞാൻ എൻ്റെ ദൈവത്തെ ആ കരങ്ങളിൽ മുറുകെ പിടിക്കാൻ പഠിച്ചത്. 30 വർഷം മുൻപ് ആഴ്ചകളോളം കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് എൻ്റെ അമ്മച്ചി കിടന്ന സമയം, ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ, ചലനമില്ല. അപ്പച്ചൻ വൈകുന്നേരം വീട്ടിൽ വരും ആശുപത്രിയിൽ നിന്ന്. പറക്കമുറ്റാത്ത 8 കുഞ്ഞുങ്ങള്, സാമ്പത്തികമായി എല്ലാം തകർന്ന അവസ്ഥ. ഞങ്ങളെ കുഞ്ഞുങ്ങളെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് തമ്പുരാന്റെ ഫോട്ടോയുടെ മുൻപിൽ ചെന്ന് മാറത്തടിച്ച് നിലവിളിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയ എൻ്റെ അപ്പൻ 6 മാസം മുൻപ് ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് പോയി. 13 വർഷം ഞാൻ ദൈവശാസ്ത്രം പഠിച്ചു, ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചു. ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുക്കാൻ എൻ്റെ ദൈവം എനിക്ക് കൃപ തന്നു. പലതും മറന്നു. പക്ഷെ ഒന്ന് മാത്രം, തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് ആ നിൽക്കുന്ന എൻ്റെ അപ്പച്ചൻ്റെ ആ ചിത്രം അത് ഹൃദയത്തിൽ കുറിച്ചിട്ടിരിക്കുകയാണ്. 3 മാസം മുൻപാണ് എൻ്റെ അമ്മച്ചി മരിച്ചത്. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ ഇന്റൻസീവ് യൂണിറ്റിൽ കിടക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞു, മരണത്തിൻ്റെ തലേ ദിവസവും തിരുമേനി അമ്മച്ചി അവിടെ കിടന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. കണ്ണുനീരോടെ ദൈവത്തെ കാണിച്ചു തന്ന
അപ്പനും അമ്മയുമാണ്. തമ്പുരാനിൽ മുറുകെ പിടിക്കാൻ ഏത് പ്രതിസന്ധിയിലും, ഏത് തകർച്ചയിലും, ഏത് പ്രതിസന്ധിയിലും ആ കരങ്ങളിൽ മുറുകെ പിടിക്കുവാൻ, ആ മാറിൽ ചാരുവാൻ ഒരപ്പൻ മുകളിലുണ്ട് എന്ന് കാണിച്ചു തന്ന ആ അനുഭവം. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട അപ്പന്മാരോടും മാതാപിതാക്കളോട് പറയാനുള്ളത്, ദൈവരാജ്യം കുടുംബത്തിൽ ആരംഭിക്കണം, കുടുംബജീവിതത്തിൽ അത് ആരംഭിക്കണം. കുടുംബമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ആ സ്വർഗരാജ്യമാണ് നമ്മൾ പറയാറുണ്ടല്ലോ. നമ്മുടെ സുറിയാനി ഭാഷയിൽ കുടുംബത്തെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച്, വിവാഹ കൂദാശിയെക്കുറിച്ച് പറയുന്ന വാക്ക്, അതിനൊരു വാക്കുകൂടെ തക്സോദ് സൂവോഗോ എന്ന് പറയാറുണ്ട്. സുഗ് എന്ന് പറയുന്നത് എബ്രായ ഭാഷയിൽ രണ്ടർത്ഥമുണ്ട്. അതിന് പെയർ അല്ലെങ്കിൽ ജോഡികളെന്നും യോക്ക് അല്ലെങ്കിൽ നുഖമെന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ തക്സോദ് സുവോഗോ, ദി ഓർഡർ ഓഫ് ദി യോക്ക് എന്നും അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. നുഖത്തിൻ്റെ കൂദാശ. എന്താ ഈ നുഖം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൊച്ചുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും അറിയില്ല. സെമിനാരിയിൽ പോലും പഠിക്കാൻ വരുന്ന ആളുകൾ, ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ്, ഏത് വർഷമാണെന്ന് പറയുന്നില്ല, അവിടെ പഠിക്കാൻ വന്ന് സെമിനാരിയിൽ അഡ്മിഷന് വന്ന ഒരു കൊച്ച് അധികം ദിവസം കഴിഞ്ഞില്ല, സന്ധ്യാപ്രാർത്ഥനയിൽ ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ പ്രാർത്ഥിച്ചു, കൊഴുപ്പ് ഭൂമിയെ പിളർക്കുന്നത് പോലെ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് അവൻ വായിച്ച് തെറ്റിപ്പോയതായിരിക്കും. അന്നേരം കറക്റ്റ് ചെയ്യാൻ പോയില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മോനെ നീ ആ പുസ്തകം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു, ഒന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി വളരെ കൂളായിട്ട് വായിച്ചു, കൊഴുപ്പ് ഭൂമിയെ പിളർക്കുന്നത് പോലെ. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ഈ കൊഴുവ് എന്ന് പറയുന്ന സാധനം അതെന്താണെന്നുള്ളത്, ഇന്നിപ്പോൾ കൃഷിയുണ്ടോ അതുകൊണ്ട് ഒഴുകുന്നുണ്ടോ ഈ കൊച്ചുങ്ങൾക്ക്, അതുകൊണ്ട് പല വാക്കുകളും ഇന്നുള്ളത് ഇന്നത്തെ തലമുറയ്ക്ക് നിശ്ചയമില്ല. അതുകൊണ്ടാണ് നുഖമെന്ന് പറയുമ്പോൾ, പണ്ട് കാലത്തൊക്കെ നമ്മൾ പാടമൊഴുകാൻ വേണ്ടിയിട്ട് രണ്ട് കാളയന്മാരെ ഒരൊറ്റ നുഖത്ത്, അതുകൊണ്ടൊരു പ്രയോഗം തന്നെ ഉണ്ട്, രണ്ടിനെ ഒറ്റ നുഖത്തി പൂട്ടാന്ന്. ഇതിനകത്ത് ചേർത്ത് നിർത്തുന്ന ഈ രണ്ട് കാളയന്മാർ രണ്ട് സ്വഭാവക്കാരായിരിക്കും. പക്ഷേ ഈ ഒഴുകുന്ന സമയത്ത് അവൻ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഒരു വഴിക്ക്, രണ്ട് വഴിക്ക് പോയി കഴിഞ്ഞാൽ കാര്യം തീർന്നു. ഇത് തന്നെയാ കുടുംബജീവിതം. ഭാര്യയും ഭർത്താവും രണ്ട് സ്വഭാവത്തിലുള്ളവർ, അവർ ഒരേ ലക്ഷ്യത്തിൽ ദൈവമേൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ആ കുടുംബജീവിതം ഭദ്രമായിട്ട് മാറ്റപ്പെടുന്നത്. ഞാൻ വളരെ മനോഹരമായ മറ്റൊരു വ്യാഖ്യാനം കൂടെ, മാത്യു ഹെൻറി എന്ന് പറയുന്ന ആ വേദപണ്ഡിതൻ, അദ്ദേഹം കുടുംബജീവിതത്തെക്കുറിച്ച്, ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് മനുഷ്യൻ്റെ വാരിയെല്ലെടുത്താണ്. ഏതെല്ലാം എല്ലുകൾ മനുഷ്യ ശരീരത്തിലുണ്ടായിരുന്നു, പിന്നെ ഈ വാരിയെല്ല് തന്നെ എടുത്ത് എന്തിനാ? കാലിലെ എല്ലിലാണെങ്കിൽ കുറച്ചുകൂടെ ബലമുള്ളതായിരുന്നു, അതെടുത്താൽ പോരായിരുന്നു. അതെടുത്തല്ല ദൈവം സൃഷ്ടിച്ചത്. കാരണം എന്താ? കാലിലെ എല്ലെടുത്ത് സൃഷ്ടിച്ച് അവളെ ചവിട്ടി മെതിക്കാതിരിക്കാൻ തലയിലെ എല്ലെടുക്കാമായിരുന്നു. പുരുഷന് തലയുടെ മുകളിൽ അവൻ്റെ തലയെ കയറി ഇരിക്കാതിരിക്കാൻ അവിടുന്ന് കൊടുത്ത്, മറിച്ച് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാൻ, ഹൃദയത്തോട് ചേർന്നിരിക്കുവാൻ അവൻ്റെ വാരിയെല്ലെടുത്ത് സൃഷ്ടിച്ചു. എന്ത് മനോഹരമായ വ്യാഖ്യാനമാണ്! ദൈവം നൽകിയിരിക്കുന്ന കുടുംബജീവിതം, ഭാര്യയും ഭർത്താവും തമ്പുരാൻ്റെ കൃപയിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയുമ്പോൾ അവിടെയാണ് സ്വർഗത്തിലെ ദൈവത്തെ മക്കൾക്ക് കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ സൺഡേ സ്കൂളും ഇല്ല പല കുടുംബങ്ങളിലും. നമ്മുടെയൊക്കെ ഇവിടെ ഒത്തിരി കുഞ്ഞുങ്ങൾ, സൺഡേ സ്കൂൾ പ്രസ്ഥാനം ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നൊരു പ്രസ്ഥാനമാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും ഞായറാഴ്ച നോക്കിക്കഴിയുമ്പോൾ പല വീടുകളിലും കുഞ്ഞുങ്ങളെ കാണാനില്ല, പള്ളിയിലും കാണാനില്ല. നോക്കിക്കഴിയുമ്പോൾ എന്താ, കൊച്ചെന്താ സൺഡേ സ്കൂളിലെ അറ്റൻഡൻസ് എടുത്തു കഴിയുമ്പോൾ മിക്കവാറും ഒന്നിടവിട്ട ആഴ്ചകളിലൊക്കെ അവിടെ ബ്ലാങ്കായിരിക്കും. കൊച്ചുങ്ങൾ സൺഡേ സ്കൂളിൽ വിടണം. ഞാനും നിങ്ങളും ഒക്കെ ഇന്നിവിടെ ഇരിക്കുന്നത് കുഞ്ഞുനാളിൽ അപ്പനും അങ്കയൊക്കെ സൺഡേ സ്കൂൾ വിട്ട് പറഞ്ഞത് കാര്യങ്ങളാണ്. ഞാൻ അടുത്തിടയ്ക്കൊരു സംഭവം വായിച്ചു. സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളെയും ദിവസവും എല്ലാ ആഴ്ചയും വിടാതെ വല്ലപ്പോഴും ഒക്കെ വിട്ട ഒരു കൊച്ചിനോട് സൺഡേ സ്കൂളിലെ പരീക്ഷയിൽ നല്ല ശമരിയാക്കാരൻ്റെ ഉപമ എഴുതാൻ പറഞ്ഞു. കൊച്ചു വളരെ ഉത്സാഹത്തോടുകൂടെ എഴുതാൻ തുടങ്ങി. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോയിലേക്ക് യാത്ര പുറപ്പെട്ടു. അവനെ വഴിയിൽ വെച്ച് കള്ളന്മാർ പിടിച്ച് തുണ്ടം തുണ്ടമായിട്ട് മുറിച്ചു. അതിൽ കുറച്ച് മുള്ളിനിടയിൽ വിതച്ചു. ചിലത് പാറപ്പുറത്ത് വീണു,
ചിലത് നല്ല സ്ഥലത്ത് വീണു. ശേഷിച്ച കഷണങ്ങൾ ശിഷ്യന്മാർ 12 കൊട്ടയെടുത്തു. പോരെ, കൊച്ച് ഇവൻ ഒരാഴ്ച പോയിട്ട് പിന്നെ ഈ ഒരു ഉപമയുടെ ആദ്യം കേട്ടിട്ട് പിന്നെ അടുത്ത ഉപമയാവും പഠിക്കണതേ. ഇതായിരിക്കും അവസ്ഥ. നമ്മൾ സാധാരണ കൺവെൻഷനുകളിലൊക്കെ തമാശയായിട്ട് പറയാറുള്ള, പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ചു. 3 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, കോതമംഗലം ചെറിയ പള്ളിയിലായിരുന്നു ദുഃഖവെള്ളിയാഴ്ച. 10,000 ആളുകളുണ്ടായിരുന്നു, ഒത്തിരി ആളുകളുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷയെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി ഇന്ന് ഞാനും പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്നൊരു രസമുണ്ടായി. ഞാൻ വിചാരിച്ചു ദുഃഖവെള്ളിയാഴ്ച വന്നിട്ട് എന്നാണ് രസം? സാധാരണ ദുഃഖവെള്ളിയാഴ്ച എല്ലാവരും സങ്കടത്തോടു കൂടിയാണ് പള്ളിയിൽ നിന്ന് പോണത്. അപ്പോൾ അവൻ്റെ പേർക്ക് എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരനെ ഇന്ന് അവിടെ കൊണ്ടുപോകുന്നു. കുറേ നേരം നല്ല ചൂടുമായിരുന്നു, ഭയങ്കര ജനവുമായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്ക് ദാഹിച്ചു. അപ്പോൾ ആ താഴെ നമ്മുടെ ചെറിയ പള്ളിയുടെ താഴെ നടയിറങ്ങി ചെന്ന് അവിടെ ഒരു കടയിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിക്കാനാണെന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരൻ താഴേക്ക് അങ്ങ് ഇറങ്ങിയ സമയത്താണ് മധ്യാഹ്ന പ്രാർത്ഥനയുടെ പ്രമേയോൻ അച്ഛൻ വായിക്കുന്നത്, സദറ അച്ഛൻ വായിക്കുന്നത്, തോമായേ നീ എവിടേക്ക് മാറുന്നു. ഇത് കേട്ട വഴി ഇത് സംഭവിച്ചത് എന്നോട് പറഞ്ഞതാണ് അവൻ. ഇവൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഈ 10,000 പേരുണ്ടായിട്ട് ഞാൻ ഇവിടുന്ന് മാറുന്നത് ഈ അച്ഛൻ എങ്ങനെ അറിഞ്ഞു? ഇതിലെ വായനയാണെന്നുള്ളത് പുള്ളിക്കറിയില്ല. പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച പങ്കെടുത്തിട്ടുണ്ടെങ്കിലേ അറിയാൻ പാടുള്ളൂ. അനുഗ്രഹിക്കപ്പെട്ടവരെ, എവിടെ പഠിക്കും കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, ദൈവത്തെ കാണുവാൻ ഈ സഭ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുമ്പോൾ, തട്ടിത്തെറിപ്പിച്ചു പോകുമ്പോൾ നാം ശ്രദ്ധിക്കണം. ദൈവത്തെ കാണുവാൻ, ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാൻ, വിശ്വാസത്തോടുകൂടി അവനെ സമീപിക്കുവാൻ പറയുമ്പോൾ അത് കുടുംബങ്ങളിൽ ആരംഭിക്കണം. മാതാപിതാക്കള് മക്കൾക്ക് അത് കൊടുക്കണം. ചില കുടുംബങ്ങളിൽ അപ്പൻ അമ്മയെ മക്കളുടെ മുമ്പിൽ അപമാനിക്കുന്നത് കണ്ടിട്ടുണ്ട്. അമ്മ അപ്പനെ കുറിച്ച് മക്കളോട് ദോഷം പറയാറുണ്ട്. ആ കുടുംബത്തിലെ മക്കൾ ശരിയാവില്ല. അപ്പനെ കുറിച്ച് ദോഷം പറയുന്ന അമ്മയും അമ്മയെ ബഹുമാനിക്കാത്ത അപ്പനും കുഞ്ഞുങ്ങൾക്ക് മാതൃകാപരമായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കി നാം ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സ്വർഗരാജ്യത്തിൻ്റെ അനുഭവവും നീതിയും അനുഭവിച്ചറിയുവാൻ നമുക്ക് മുഖാന്തരമായി തീരട്ടെ. ജീവൻ പകർന്നു തന്ന് നമ്മെ നയിക്കുന്ന നമ്മുടെ മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വവും ആ കർത്തവ്യവും മറക്കാതിരിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് ജീവിക്കുവാൻ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിലെങ്കിലും മക്കളെക്കുറിച്ച് ആകുലപ്പെടുന്നതായ മാതാപിതാക്കളെ കാണാറുണ്ട്. നിരാശപ്പെട്ടു പോകുന്ന മാതാപിതാക്കളെ കാണാറുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ പെരുവമ്പഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് സന്ധിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാലത്തിൽ മുഴുവനും ഇങ്ങനെ ചൂണ്ടയിട്ടുകൊണ്ട് ആളുകൾ ഇരിക്കുന്നത് കാണാറുണ്ട്. ആ ആളുകളുടെ കയ്യിൽ ഒരു 10-20 മീറ്ററിൽ കൂടുതൽ നീളമുള്ളതായ ചരടുള്ള ചൂണ്ടയാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. നല്ലൊരു മീനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നറിയോ? ഒറ്റ വലിക്കൂല. ചിലപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ചരടിങ്ങനെ അഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും, പക്ഷേ പിടിപിടൂല. യൗവനത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞുനാളിലെ പ്രാർത്ഥനയോടും ദൈവാശ്രയത്തിലും വളർത്തിയിട്ടും ചിലപ്പോൾ കാറ്റും കോളും വന്ന് ആടിയുലയുന്ന മക്കള് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിച്ച് ക്ഷമയും സഹനശക്തിയും നഷ്ടപ്പെടുത്താതെ അവരെ വിട്ടുകളയാതിരിക്കുക. അവർ തിരിച്ചു വരും. ചരിത്രത്തിൽ എത്രയോ ജീവിതങ്ങൾ നാം കണ്ടു. മുടിയൻ പത്രൻ്റെതായ അവസ്ഥ. ആ ചെറുക്കൻ വീട്ടിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അവൻ ചിന്തിച്ചത് എൻ്റെ എല്ലാ സൗകര്യങ്ങളും, പക്ഷെ അവൻ പറഞ്ഞു ഇതുപോലെ ഒരു മുടിഞ്ഞ വീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ വീതം തന്നേരെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാ. പക്ഷെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് എന്താണ് എൻ്റെ കുടുംബം, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ എന്താണെന്നുള്ളത് അവന് തിരിച്ചറിവുണ്ടായത്. പന്നിക്കുഴിയിൽ ചെന്ന് അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വന്നിട്ട് പറയുന്നു, എനിക്കിനി മകൻ്റെ സ്ഥാനമൊന്നും വേണ്ട, ഈ വേലക്കാർക്കുള്ള അവകാശമെങ്കിലും എനിക്കൊന്ന് തരാൻ പാടില്ലേ എന്ന് ചോദിച്ച് അത് മാത്രം മതി എന്ന് ചിന്തിച്ച് അപ്പൻ ദൂരെ നിന്നേ നോക്കിയിരിക്കുകയാണ്. മടങ്ങി വരും. മോണിക്ക തൻ്റെ മകനായ അഗസ്തീനു വേണ്ടി പ്രാർത്ഥിച്ച് പാപിയായവനെ വിശുദ്ധനാക്കി അമ്മയുടെ കണ്ണുനീര് കൊണ്ട് മാറ്റിയെങ്കിൽ നിരാശപ്പെടാതെ പ്രാർത്ഥിക്കാം.
അനുഗ്രഹിക്കപ്പെട്ടവരെ, ഫിലിപ്പിയ ലേഖനം 4:6 ഇപ്രകാരം പറയുന്നു. നമ്മുടെ വേദഭാഗത്തിൻ്റെ മറ്റൊരു അർത്ഥതലമാണത്. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, പ്രാർത്ഥനയാലും സ്തോത്രത്താലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയത്രയേ വേണ്ടത്. ഈ വേദഭാഗം മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചുകൊള്ളുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, നാളെ വീട്ടിൽ ചെന്നിരുന്നിട്ട് രാവിലെ ഭർത്താവിനും മക്കൾക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു കൊടുക്കാൻ സമയത്ത് പെണ്ണുങ്ങൾ കിടന്നുറങ്ങി ഒന്ന് ചോദിച്ചു കഴിയുമ്പോൾ 6 ദിവസവും പുത്തൻകുരിശി പറഞ്ഞത് കേട്ടില്ലേ, വേറെ ഒന്നും അന്വേഷിക്കേണ്ട, അവൻ്റെ രാജ്യവും രാജ്യവും നീതി അന്വേഷിച്ചുകൂടും. അതല്ല അർത്ഥമാക്കുന്നത്. അവനവൻ്റെ ഉത്തരവാദിത്വങ്ങൾ യഥാർത്ഥമായി നീതിപൂർവമായി നിർവഹിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ കേന്ദ്രവും പ്രഥമസ്ഥാനവും ദൈവത്തിലായിരിക്കുമ്പോൾ ഒന്നിനെക്കുറിച്ചും അമിതമായി ആകുലപ്പെടേണ്ട. നമുക്കാവശ്യമുള്ളത് സ്വർഗത്തിലെ ദൈവം നമുക്ക് കരുതിക്കൊള്ളും. നമ്മുടെ ശിരസ്സുകളെ ദൈവസന്നിധിയിൽ നമുക്ക് വണങ്ങാം. ഇന്ന് ഈ രാത്രികാലം ദൈവത്തിൻ്റെ വചനം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ നമ്മെ വിളിക്കുമ്പോൾ തമ്പുരാനെ തന്നെ കണ്ടെത്തുവാൻ, ലോകത്തിൻ്റെ സത്യത്തിൽ നിന്ന് വ്യതിചലിത്ത നീതിയല്ല, സകലരെയും തന്റെ സ്നേഹത്താൽ ആലിംഗനം ചെയ്യുന്ന സത്യത്തിൽ അധിഷ്ഠിതമായ ദൈവിക നീതിയിലേക്ക് പറ്റിച്ചേരുവാൻ ദൈവം നമ്മെ വിളിക്കുമ്പോൾ അനേക ആകുലതകളും പ്രയാസങ്ങളും ജീവിതത്തിൻ്റെ തകർച്ചകളും നമ്മെ ഇന്ന് വേട്ടയാടുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാത്തവണ്ണം കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ രോഗവും സാമ്പത്തിക ഞെരുക്കങ്ങളും കഷ്ടപ്പാടുകളും സമാധാനമില്ലായ്മയും തകർന്ന കുടുംബ ബന്ധങ്ങളുമെല്ലാം ഹൃദയത്തിന് നൊമ്പരങ്ങളായി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് ചെവി കൊടുക്കാം. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, പ്രാർത്ഥനയാലും സ്തോത്രത്താലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് തമ്പുരാന ജീവിതത്തിൻ്റെ കേന്ദ്രമായി അവൻ്റെ രാജ്യത്തിലും നീതിയിലും ജീവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് യാത്രികാലം ഈ പന്തലിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിരാശയിലാണോ നിന്റെ ജീവിതം? എല്ലാം തകർന്ന് തരിപ്പണമായ കുടുംബ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിലാണോ നീ ജീവിക്കുന്നത്? എനിക്കിനി ആരുമില്ല, ഞാൻ അനാഥനാണെന്നുള്ളതായ ചിന്തയിലാണോ നീ കടന്നു വന്നിരിക്കുന്നത്? ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം. എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ഞാൻ നിനക്ക് എന്തു ചെയ്യേണ്ടു? സ്നേഹപിതാവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാം. എൻ്റെ മകനേ, എൻ്റെ മകളെ, ഞാൻ എങ്ങനെ നിന്നെ കൈവിടും? എല്ലാം നഷ്ടപ്പെട്ട് ദാവീദ് ഹൃദയം നൊന്ത് വിളിച്ചു, എൻ്റെ പിതാവേ എന്ന് വിളിച്ചപ്പോൾ അവനെ കഴുകി വെടിപ്പാക്കിയവനായ തമ്പുരാനെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാം. എത്രയോ പ്രതീക്ഷകളോടെ ആരംഭിച്ച കുടുംബജീവിതമായിരുന്നു, എത്രയോ സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. പങ്കാളിയിൽ നിന്നുണ്ടായ തിക്താനുഭവങ്ങൾ, എല്ലാ സ്വപ്നങ്ങളും അർപ്പിച്ച് വളർത്തിയ മക്കൾ വഴിവിട്ട് മറുതലിച്ച് നിൽക്കുന്നതായ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, സ്വസ്ഥത തരുമെന്ന്, സുരക്ഷിതത്വം നൽകുമെന്ന് ചിന്തിച്ച സമ്പാദ്യങ്ങളെല്ലാം സഹായിക്കാൻ നിവൃത്തിയില്ലാതെ കൈമലർത്തി നിൽക്കുന്ന അനുഭവങ്ങൾ, ഒന്നും സുരക്ഷിതമല്ല എന്ന് തിരിച്ചറിയുന്ന അനുഭവങ്ങൾ, ഏർപ്പെടുന്നതെല്ലാം പരാജയത്തിലേക്ക് പോകുന്ന നിമിഷങ്ങൾ. എൻ്റെ ദൈവമേ, എനിക്കിനി സഹിക്കാൻ നിവൃത്തിയില്ല, മുന്നോട്ട് പോകുവാൻ എനിക്ക് നിവൃത്തിയില്ല. തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാൻ, തിബരിയാസിൻ്റെ കടൽ തീരത്തേക്ക് നമ്മുടെ കണ്ണുകളെ അയക്കാം. പിന്നാലെ കൂടിയവൻ നഷ്ടപ്പെട്ടു, പഴയ തൊഴിലിലേക്ക് മടങ്ങി, നേരം വെളുക്കുവോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വല വീശിയിട്ടും ഒന്നും കിട്ടാതെ
തളർന്ന് നിരാശരായിരിക്കുന്ന ശിഷ്യന്മാരിലേക്ക് നമുക്ക് നോക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ? പടകിൻ്റെ വലത്ത് ഭാഗത്തേക്ക് വല വീശുവാൻ പറഞ്ഞ് സ്നേഹത്തോടെ കടന്നു വരുന്ന കർത്താവ്, ആ വല നിറയെ മീനുമായി സന്തോഷിക്കുന്ന ശിഷ്യന്മാര്, ആ കർത്താവ് നമ്മുടെ കൂടെയുള്ളത് നമുക്ക് കാണാം. യാക്കോബേ, എൻ്റെ മകനെ, നീ ഭയപ്പെടേണ്ട, നീ എനിക്കുള്ളവനാകുന്നു. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട്. നദിയിൽ കൂടെ കടക്കുമ്പോൾ അത് നിന്നെ മൂടുകയില്ല. തീയിൽ കൂടെ നീ നടക്കുമ്പോൾ നീ വെന്തു പോവുകയില്ല. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിനക്ക് മുൻപും പിൻപുമായി നടക്കുന്നത് ഈ രാത്രികാലം ഉൾക്കണ്ണുകൾ കൊണ്ട് നമുക്ക് ദർശിക്കാം. നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളുമെല്ലാം നമ്മുടെ കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അസ്വസ്ഥമാകുന്ന ദൈവത്തിൻ്റെ ശബ്ദം, വഴിവിട്ട ജീവിതത്തിൻ്റെ തരണികളിൽ മദ്യപാനം കൊണ്ട് ഞാൻ എൻ്റെ കുടുംബം തകർത്ത്, എൻ്റെ സമാധാനം നശിപ്പിച്ച്, എൻ്റെ ആരോഗ്യവും നശിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ജീവിതത്തിൻ്റെ അവിടെ നിന്ന് എനിക്കൊരു വിമോചനം വേണം. എൻ്റെ ദൈവമേ, എനിക്കൊരു വിമോചനം വേണം. ഈ സ്വസ്ഥത എനിക്ക് അവസാനിക്കണം. നിന്റെ രാജ്യത്തിൽ അവകാശിയായി എനിക്ക് പങ്കുചേരണം. എൻ്റെ ദൈവമേ, എനിക്ക് ഞാൻ ആശ്രയിക്കുന്ന ഭൗതികമായ എല്ലാത്തിൽ നിന്നും വിടുതൽ വേണം. എൻ്റെ കർത്താവേ, എനിക്ക് നീ മാത്രം മതി, നീ മാത്രം മതി. എൻ്റെ കർത്താവേ, നീ മാത്രം മതി. എൻ്റെ ദൈവമേ, നിന്റെ രാജ്യവും നിന്റെ നീതിയും നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഹൃദയത്തിൻ്റെ അഗാധങ്ങൾ നമുക്ക് ഒരുമിച്ച് ഏറ്റുപാടാം. കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. എൻ്റെ കർത്താവേ, നീ മാത്രം മതി എന്ന് നമുക്ക് ഏറ്റുപാടാം. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. എൻ്റെ ദൈവമേ, എൻ്റെ രോഗാവസ്ഥയെ അനേക വൈദ്യന്മാരാൽ ഞാൻ ചികിത്സിച്ചിട്ടും സൗഖ്യമാകാതിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ വേദനകളെ, മുറിവുകളെ, കരുണയുടെ കടലായ എൻ്റെ കർത്താവേ, നീ കരുണ ചെയ്യണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. 38 വർഷക്കാലം ബെഥെസ്ദായുടെ ആ തീരത്ത് കിടന്നവനോട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച എൻ്റെ കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് തമ്പുരാനോട് അരുളി ചെയ്തവനെ പോലെ എൻ്റെ ദൈവമേ, എനിക്ക് മനസ്സുണ്ട്. എന്നെ നീ സൗഖ്യമാക്കണമേ. എൻ്റെ കുഞ്ഞിൻ്റെ രോഗാവസ്ഥ, എൻ്റെ ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥ, എൻ്റെ മാതാപിതാക്കളുടെ രോഗാവസ്ഥ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചെന്ന് വേദനയിൽ കഴിയുമ്പോൾ ദൈവമേ, എന്നെ സൗഖ്യമാക്കണമേ. നീ എന്നെ സ്പർശിക്കണമേ. കുഷ്ഠരോഗിയെ നീ മാറോട് ചേർത്ത് സൗഖ്യമാക്കിയതുപോലെ എൻ്റെ ദൈവമേ, നിൻ്റെ കരങ്ങൾ എന്നിൽ സ്പർശിച്ച് ഈ രാത്രികാലം സൗഖ്യം പ്രാപിക്കുവാൻ, നിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാകുവാൻ എനിക്ക് കരുണ ചെയ്യണമേ. നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ച ഗാനം നമുക്ക് പാടാം. കഴുകണമേ നീ സോപ്പായാൽ, ഏകണമേ പാൽ വെണ്മ പിതൃസ്നേഹത്തോ യാചിക്കും നീ. അനേക വൈദ്യന്മാരുടെ അടുക്കൽ ഞാൻ പോയി. എൻ്റെ ദൈവമേ, എനിക്ക് സൗഖ്യമായില്ല. എന്നാൽ സകല രോഗത്തിൻ്റെയും ഉത്തമ വൈദ്യനായ എൻ്റെ കർത്താവേ, നിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഞാൻ വിശ്വസിച്ചേൽപ്പിക്കുന്നു. വൈദ്യന്മാർ പക്കൽ ഞാൻ അവരൗഷധമെല്ലാം ചെയ്തിട്ടില്ലൊരു ഗുണം
എൻ വ്രണമോ നൽവൈദ്യ നിന്നെയോ ഔഷധ ഗുണവോ ഞാൻ കേട്ടു നിങ്ങൾ വരുന്നു സുഖമേൽക്കും. എൻ്റെ കർത്താവേ, നിന്റെ കരങ്ങളാൽ എന്നെ സ്പർശിക്കണമേ. എൻ്റെ രോഗാവസ്ഥയിൽ സൗഖ്യം തരണമേ. സമാധാനമില്ലാത്ത എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ കർത്താവേ ഒന്ന് കടന്നു വന്ന് നീ എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ കുടുംബത്തിൻ്റെ കേന്ദ്രമായിരിക്കാൻ തമ്പുരാനെ നിന്നെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ എനിക്ക് ശക്തി തരണമേ. ദൈവമേ, കാനാവിലെ ഒഴിഞ്ഞ കൽഭരണികൾ, 6 ഭരണികളിൽ വെള്ളം നിറഞ്ഞിരിക്കുമ്പോഴും യാതൊരു രുചിയുമില്ലാതിരുന്ന കൽഭരണികളിൽ 7ാമനായി എൻ്റെ കർത്താവെ നീ തൊട്ടപ്പോൾ രുചികരമായ വീഞ്ഞായി മാറിയെങ്കിൽ, എല്ലാം ഉണ്ടായിട്ടും ഇന്ന് സ്വസ്ഥതയില്ലാത്ത എൻ്റെ കുടുംബം, എല്ലാം ഉണ്ടായിട്ടും സമാധാനമില്ലാത്ത എൻ്റെ ജീവിതം, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ലെന്നരളി ചെയ്ത എൻ്റെ ദൈവമേ, ഒന്ന് സ്പർശിക്കണമേ. ഈ രാത്രിയിൽ എന്നെ സ്പർശിക്കണമേ. എൻ്റെ കുടുംബത്തെ അവിടുന്ന് തൊടയണമേ. എൻ്റെ മുറിവുകളെ എൻ്റെ കർത്താവെ സൗഖ്യമാക്കണമേ. പാപമംഗലമായ ജീവിതത്തിൽ നിന്ന് അസ്വസ്ഥതയോടെ ഈ രാത്രിയിൽ നിന്റെ വചനം കേട്ട് സ്വസ്ഥമായി നിന്റെ കൃപയുടെ ചിറകിൻ കീഴിലേക്ക് വരുവാൻ, ആ മാറിലേക്ക് ചേരുവാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ സമാധാനത്തോടെ പോയിക്കൊള്ളുക. നീ ഇനി അനാഥനല്ല. ഞാൻ നിന്നോട് കൂടെ. അഗ്നിയിൽ കൂടെ നടന്നാലും നീ വെന്തു പോകാതെ, വെള്ളത്തിൽ കൂടെ നടന്നാലും നീ മുങ്ങിപ്പോകാതെ നിന്റെ കയ്യിൽ ഞാൻ പിടിച്ചിരിക്കുന്നു. തമ്പുരാനെ, നിന്റെ കരകളിൽ ഞാൻ മുറുകെ പിടിക്കുന്നു. നിന്റെ രാജ്യം, നിന്റെ നീതി, നിന്റെ സമാധാനം അതനുഭവിക്കുവാൻ എനിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സഭയ്ക്ക്, ഞാനായിരിക്കുന്ന സമൂഹത്തിന് അതിനെ മുഖാന്തരമാക്കി തീർക്കണമേ. എന്നെ കഴുകി വെടിപ്പാക്കണമേ. എൻ്റെ മകനേ, എൻ്റെ മകളെ, സമാധാനത്തോട് പോകുവാനുള്ള ശബ്ദം ഇതാ ഞാൻ കേൾക്കുന്നു. എനിക്ക് പ്രത്യാശ തരണമേ. ആ കുഞ്ഞിനെ പോലെ, മെഡിക്കൽ കോളേജിൽ കിടന്ന ആ കുഞ്ഞിനെ പോലെ എന്ത് പ്രശ്നങ്ങളുടെ മധ്യത്തിലും നിൻ്റെ മാറിൽ ചാരുവാൻ ശക്തി തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.